Hello guys, welcome to the beginner's guide of Hamster Combat. Okay, first of all, registration ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. സോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ലിങ്ക് ഇൻ ബയോ നോക്കിയാൽ മതി, അവിടെ കിടപ്പുണ്ടാവും. ആക്ച്വലി ഇത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഒരു ടെലിഗ്രാം ബോട്ടാണ്. അതിലൂടെ നമ്മളൊരു ഗെയിം കളിക്കുന്ന ലാഭത്തോടെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ ദർ ആർ സം പോയിന്റ്സ് ടു ടേക്ക് നോട്ട്. ഇത് ഒരു ടാപ്പിംഗ് കോമ്പറ്റീഷൻ അല്ല. നിങ്ങൾ നെക്കി നിങ്ങൾക്ക് കുറേ കിട്ടും എന്നുള്ള വിചാരം ഒന്നും വേണ്ട. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ അത് കൂട്ടുക എന്നുള്ളതാണ്. അതെങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ മൈൻ എന്ന് പറഞ്ഞ ടാബിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ 4 ടാബ്സ് കാണാൻ പറ്റും. മാർക്കറ്റ്, PR&T ടീം, ലീഗൽ ആൻഡ് സ്പെഷ്യൽസ്. ഇതിനുള്ള കുറേ കാർഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ടാപ്പ് ചെയ്തിട്ട് കിട്ടുന്ന കോയിൻസിൽ അത് നമുക്ക് കുറച്ച് ഫസ്റ്റത്തെ ഒരു ഫ്യൂ അവേഴ്സ് ഓർ ഫ്യൂ ഡേയ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ കാർഡ്സ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ കാർഡ്സിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് ഇപ്പോൾ 5K പെർ അവർ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു പ്രോഫിറ്റ് പെർ അവർ എന്ന് പറഞ്ഞ റേറ്റ് ഉണ്ടാവും. അത് അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് അത് കൂടി വരും. സോ നമ്മുടെ മെയിൻ എയിം ഈ കാർഡുകൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കോയിൻസ് നമ്മളെ അതിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ചില കാർഡുകൾ വാങ്ങിച്ചാൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാവില്ല. സോ ഏതൊക്കെ കാർഡുകൾ വാങ്ങിക്കുന്നതാണ് നല്ലത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ നോക്കിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഗൈഡ് നമ്മൾ ഇടുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ നമ്മുടെ കാർഡ്സിന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങി. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യാനാണ്. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പല കാർഡ്സും അൺലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഏൺ ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു അംശം കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഈ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിലോട്ടുണ്ട്. ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി നിങ്ങൾക്ക് 25K കോയിൻസും അവർ ഏൺ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഏൺ എന്ന് പറഞ്ഞ ടാബ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ജോയിൻ ചെയ്ത വഴിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടാസ്ക്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഡെയിലി റിവാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഡെയിലി റിവാർഡ് അക്യുമുലേഷനാണ്. അതായത് ഓരോ ദിവസവും കൂടി വരും. 500 മുതൽ 5 മില്യൺ വരെ കിടക്കണതാണ്. അത് എല്ലാ ദിവസവും ഡെയിലി റിവാർഡ് സ്കിപ്പ് ചെയ്യാണ്ട് എടുക്കാൻ നോക്കുക. നെക്സ്റ്റ് തിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വീഡിയോസാണ്. അതവിടെ വീഡിയോസ് ഓരോ യൂട്യൂബ് വീഡിയോസിൻ്റെ ഇത് വരുന്ന സമയത്ത് ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് വാച്ച് അടിക്കുക, അതിൽ ലിങ്കിൽ പോവുക. ഫുള്ള് കാണണമെന്നില്ല. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഒരു 1 hour കഴിയുമ്പോൾ വെരിഫൈ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെക്ക് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 100K കിട്ടും. ഇപ്പോൾ മാച്ച് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ മാക്സിമം നമുക്ക് കിട്ടാവുന്നതൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ കോയിൻസിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് മെയിൻ. സോ ഡെയിലി റിവാർഡ് എടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി സൈഫറും ഡെയിലി കോംബോയും. അതായത് ഡെയിലി കോംബോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 മില്യൺ കോയിൻസാണ് ഒറ്റയടിക്ക് കിട്ടുന്നത്. അതുപോലെ ഡെയിലി സൈഫർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മില്യണും കിട്ടും. സോ 6 മില്യൺ വെറുതെ നമ്മൾ ഈ ജസ്റ്റ് സംഭവങ്ങൾ ചെയ്താൽ മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ ഡെയിലി കോംബോ കാർഡ്സിൻ്റെ ലിസ്റ്റിനും അതേപോലെ തന്നെ സൈഫറിൻ്റെ ഇതിനൊക്കെ വേണ്ടി മോഴ്സ് കോഡിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം, യൂട്യൂബ് ഫോളോ ചെയ്യാം, ടെലിഗ്രാമിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അതിലും ജോയിൻ ചെയ്ത് തരുന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് അപ്പം കിട്ടും. ഓക്കെ, ഇനി എല്ലാവർക്കും ഡൗട്ടുള്ളത് ഇതെങ്ങനെ വിഡ്രോ ചെയ്യാം, എങ്ങനെ ഇതിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടാമെന്നാണ്. പലർക്കും ഉള്ളൊരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഈ കിട്ടുന്ന കോയിൻസാണ് ഇതിൻ്റെ വലിയൊരു സംഭവം എന്നുള്ളതാണ്. ഈ കിട്ടുന്ന കോയിൻസിൽ നമ്മൾ എല്ലാ ദിവസവും കളക്ട് ചെയ്യുന്ന കോയിൻസ് അത് ജസ്റ്റ് കോയിൻസാണ്. അത് കഴിഞ്ഞ് ഈ എയർ ഡ്രോപ്പിൽ വരുന്നതാണ് ശരിക്കുള്ള നമ്മുടെ ക്രിപ്റ്റോ വാളറ്റിലോട്ട് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ആ എയർ ഡ്രോപ്പ് വന്നിട്ടില്ല. നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന കോയിൻസിനെ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് പെർ അവർ ഇത് വെച്ച് അക്യുമുലേറ്റ് ചെയ്യുന്ന കോയിൻസിന് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകും. ഫസ്റ്റ് ഓഫ് ഓൾ എയർ ഡ്രോപ്പ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. സോ നമ്മൾ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ആ സെക്ഷനിലെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. ഇപ്പോൾ കിടക്കുന്നത് കണക്ട് യുവർ ടോൺ വാലറ്റാണ്. നിങ്ങൾ ടെലിഗ്രാമിൽ തന്നെ നിങ്ങൾക്കൊരു വാലറ്റ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്പുകളിൽ നിന്ന് വാലറ്റ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് കണക്ട് ചെയ്താലും മതി. പക്ഷേ അത് കണക്ട് ചെയ്തിടാൻ ശ്രമിക്കുക. മുന്നോട്ട് പോകുമ്പോൾ ഈ കണക്റ്റ് എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ആ ഒരു ഓപ്ഷൻ്റെ അടിയിൽ വേറെ പല ടാസ്കുകളും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസസ് കൂടും. ഇതുപോലെ ക്രിപ്റ്റോ ന്യൂസുകൾ, ക്രിപ്റ്റോ ട്രെൻഡ്സ് അങ്ങനെ എല്ലാം അറിയാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്തിരിക്കാൻ മറക്കരുത്. വളരെ യൂസ്ഫുള്ളും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഇറ്റ്സ് ക്രിപ്റ്റോ കുഞ്ഞട്ട്.